all, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു കുഞ്ഞമ്പലമുണ്ട് കേട്ടോ, പാമ്പങ്കാവാണ്. അപ്പോൾ അവിടെ ആയില്യ പൂജയുടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇത് രാത്രിയല്ല കേട്ടോ, രാവിലെ 5 മണിക്കാണ്. നേരത്തെ പോയി കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ ശരി, രാവിലെ നേരത്തെ പോയി തൊഴുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കുന്നത്. തോന്നണമെന്നല്ല, അതെ, കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യമായിട്ടാണ് രാവിലെ 5 മണിക്ക് എണീക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ള കാരണം രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് റെഡിയായി. പിന്നെ നേരെ പോയി വിളക്കൊക്കെ കത്തിച്ചു. വീട്ടിൽ സാധാരണ അച്ഛനാണ് ചെയ്യാറ്. ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ കാരണം ഞാൻ പോയി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും തന്നെ അമ്മ വീടൊക്കെ അടിച്ച് വിളക്കൊക്കെ കത്തിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ രാവിലെ കുറച്ച് വൈകിട്ട് എണീക്കാറ്. കാരണം ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് പറയുമ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും എണീക്കും. പിന്നെ ലീവുള്ള ദിവസങ്ങളിൽ പറയേ വേണ്ട, 10 മണി എഴുതി എണീക്കാറില്ല. കാരണം രാവിലെ നേരത്തെ എണീറ്റ് എനിക്ക് ആ ഡേ ഫുള്ളിങ്ങനെ ഉറക്കം നോക്കി നിൽക്കണ പോലെ തോന്നും എനിക്ക്. കാരണം രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കേസിൽ വളരെ റെയറാണ്. പിന്നെ കല്യാണത്തിന് ശേഷമാണെന്നുണ്ടെങ്കിലും എൻ്റെ റൊട്ടീൻസിൽ നിന്നും ചേഞ്ചസ് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എത്രത്തോളം കംഫർട്ടബിളായിരുന്നു അതേ കംഫർട്ട് സോണിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കങ്ങനെ ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് വലിയ ചേഞ്ചസ് വന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉത്സവമൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഭഗവാനെ ആദ്യം ഒരുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ പോയി കുറച്ച് പൂവൊക്കെ പറിച്ചു. അധികം പൂക്കളൊന്നും ഇല്ല കേട്ടോ, വീട്ടിൽ കുറച്ച് പൂക്കളേ ഉള്ളൂ. ഞാനിവിടെ പോയിട്ട് ആകെ വെച്ചിട്ടുള്ളത് തുളസി ചെടി കേട്ടോ. വേറെ ഗാർഡനിങ്ങൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഞാൻ വാങ്ങി വെച്ച 1-2 ചെടികളൊക്കെ കരിഞ്ഞു പോയി. അതിന് ശേഷം എനിക്കങ്ങനെ ഗാർഡനിങ്ങിലോട്ട് ഞാൻ തിരിഞ്ഞിട്ടില്ല. പിന്നെ ടൈമും കിട്ടാറില്ല. ശരിക്കും ഭഗവാനൊരു മാലയൊക്കെ കെട്ടി വെച്ച് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് മാത്രമുള്ള പൂ എൻ്റെ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഉള്ളത് കുറച്ച് ഭംഗിയാക്കി വെച്ച് കൊടുത്തു. അപ്പോഴത്തേനും അമ്മയൊക്കെ റെഡിയായി വന്ന് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. ഈ കാണുന്ന പശുക്കളൊക്കെ അവിടെ അമ്പലങ്ങളിലുള്ള കേട്ടോ. ഇവരിങ്ങനെ ഫ്രീ ആയിട്ട് എല്ലാം അവിടെ ഉണ്ടാവും. പിന്നെ അമ്മയും വഴിപാടിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി. ഇതാട്ടോ എൻ്റെ പുതിയ അമ്മ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. അങ്ങനെ വീഡിയോസിലൊന്നും വരാറില്ല, അത് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ്. പക്ഷേ ഇന്ന് കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാവും. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ രാവിലെ നേരത്തെ അമ്പലത്തിൽ പോകണം. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി രാവിലെ നേരത്തെ ആ ഒരു ലൈറ്റ് വരുന്നതിന് മുമ്പുള്ള ആ ഒരു സ്കൈയും പിന്നെ ആ അമ്പലത്തിൽ നിന്നുള്ള ഒരു പാട്ടും നല്ലൊരു തണുത്ത അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ കേൾപ്പിച്ചുതരാം. ആ ഒരു രസത്തിൽ കേട്ടാലേ ആ ഒരു വൈബ് കിട്ടുള്ളൂ. ഗൂഗിൾ പേ ഉണ്ടോ? ഞാൻ ആകെ സിനിമയിലൊക്കെ കേട്ടോ അങ്ങനെ കളവ് കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ട് അങ്ങനെ നേരിട്ടാണ്. എന്തോ കണ്ടപ്പോൾ അടുത്തുനിന്ന് കണ്ടപ്പോൾ ഒരു വാവ് എന്നുള്ളൊരു ഫീലായിരുന്നു. നമുക്ക് ഈ ഫസ്റ്റ് ഡേ അവിടെയുള്ള പ്രോഗ്രാംസും അങ്ങനെ കളവും കാര്യങ്ങളൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. സെക്കൻഡ് ഡേ മുതൽ അവിടെ ഉള്ള ചടങ്ങും കാര്യങ്ങളൊന്നും ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല, ഫോൺ അലൗഡ് ആയിരുന്നില്ല. ആ ഒരു മോർണിംഗ് ലൈറ്റിൽ ഇങ്ങനെ അമ്പലം നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പിന്നെ കളിപ്പാട്ടം വാങ്ങിക്കാതെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. വേലയ്ക്ക് പുറത്തിന് പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ കളിപ്പാട്ടം വേണമല്ലോ. അങ്ങനെ അമ്മമ്മ കുറച്ച് കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അമ്പലത്തിൽ പോയിട്ട് വന്നു. ഞാൻ കല്യാണം കഴിഞ്ഞിപ്പോൾ വന്നപ്പോൾ മുതൽ വിചാരിക്കുന്നതാണ് ഇവിടെ അമ്പലത്തിൽ പോകണം. എത്ര അടുത്ത അമ്പലം ഉണ്ടായിട്ട് ഇതുവരെ പോയിട്ടില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ വിഷമം തീർന്നു. കാരണം എന്താ പറയുക, ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ കയറുമ്പോൾ ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല പ്ലസൻ്റ് വൈബിൽ കയറിയപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ച പോലെ ഉള്ളിൽ നിറയെ പാമ്പിൻ്റെ പുറ്റൊക്കെ ഇട്ട്, പാമ്പങ്കാവാണ് കേട്ടോ. അപ്പോൾ ഈ പാമ്പിൻ്റെ വലിയ വലിയ പുറ്റുകളും അമ്പലം ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് ഗണപതി ഹോമമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ ഇന്ന് എനിക്ക് പോയത് നല്ല ഇഷ്ടമായി. ഇത്രയും നാൾ പോവാതിരുന്നതിൻ്റെ വിഷമമൊക്കെ മാറി. എൻ്റെ വീട്ടിൻ്റെ സൈഡൊന്നും ഈ പരിപാടികളൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ള ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട്. ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് അതൊക്കെ ഇട്ടിട്ട് പോകാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ഡ്രസ്സല്ല കേട്ടോ, എൻ്റെ കസിൻ്റെ ഡ്രസ്സ് ഞാൻ വാങ്ങി വെച്ചാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്നും കൂടെ അമ്പലത്തിൽ പോയിട്ട് വരണം.
പിന്നെ കുറച്ച് അമ്മയെ സഹായിക്കാൻ വേണ്ടി പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഓണത്തിന് വിഷുവിന് അങ്ങനെ വലിയ പരിപാടികൾ എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ ഇങ്ങനെ അടുക്കളയിൽ കയറി അമ്മയെ സഹായിക്കാറുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ അമ്മ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തു തരാം. ഇത് പറഞ്ഞാൽ എനിക്കങ്ങനെ കുക്കിംഗ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. കുക്കിംഗ് ഫുൾ അമ്മ തന്നെ ചെയ്യല്. പിന്നെ അത്യാവശ്യം കട്ടിങ് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ. അതും ചെറിയ ചെറിയ ഐറ്റംസ് അമ്മ തരാറുള്ളൂ. അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ളൊന്നുമില്ല. ഇങ്ങനെ കുട്ടി കുട്ടി ഐറ്റംസ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കും. ബാക്കിയുള്ളതൊക്കെ അമ്മ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ കുറച്ച് കട്ട് ചെയ്യാനുള്ള എന്തൊക്കെയോ 2-3 ഐറ്റംസ് കട്ട് ചെയ്ത് കൊടുത്ത് ബാക്കി പിന്നെ എൻ്റെ പരിപാടിയിട്ട് പോയി. അപ്പോൾ ഇത്രയും കുക്കിങ്ങിൽ എൻ്റെ ഹെൽപ്പായിട്ട് ഇന്ന് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി. മാമൻ്റെ മോളും അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂട്ടി വീണ്ടും അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് തൊഴേണ്ടി വന്നു. ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ല. വൈകുന്നേരം തിരക്കും ഒഴിയുമ്പോൾ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുത് നേരെ വീട്ടിലോട്ട് വന്നു. അമ്പലത്തിൽ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതിനാകുമ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് ഈ വൈകുന്നേരം നീ പരിപാടി ഉണ്ടാവുമോ? എനിക്ക് ഈ തലേക്കുറിച്ചൊക്കെ ഒന്നും ഫോട്ടോ എടുത്തന്നെ കേട്ടോ. ഇപ്പോഴത്തെ ഫോട്ടോ ഒന്നും എനിക്ക് ഇഷ്ടമില്ല, എന്നാലും 1-2 കൊള്ളാം. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛനെ വർക്കുണ്ടായിരുന്നു, പിന്നെ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. കാരണം വീട്ടിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മൾ ഇവിടെ വലിയൊരു എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ എല്ലാവരും വിരുന്നേരൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രം ആരും ഇല്ലാതായി കഴിഞ്ഞാൽ ചില ആൾക്കൊക്കെ മനസ്സിലാവുമായിരിക്കും, ചെറിയൊരു വിഷമം ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നല്ലോ, കല്യാണത്തിന് ശേഷം ഫസ്റ്റ് പരിപാടിയായിരുന്നു അവിടുത്തെ അമ്പലത്തിൽ. അപ്പോൾ എനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അനിയത്തി വണ്ടിയൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹാപ്പിയായി. പിന്നെ അപ്പോഴേക്കും അവൾ വന്നു. പിന്നെ ഞങ്ങൾ 3 കൂടി സെറ്റായി. പിന്നെ അപ്പോഴത്തേനും ഫുഡൊക്കെ റെഡിയായി. ഞങ്ങൾ നേരെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ അരിഞ്ഞു കൊടുത്ത പയറുപ്പേരിയും പിന്നെ മഷ്റൂം തോരനും അത് കൂട്ടി നല്ലൊരു അടിപൊളി സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ. അതിന് ശേഷം വീണ്ടും റെഡിയായി എഗെയിൻ വൈകുന്നേരം. ആകെ വലുതാണല്ലോ. എന്താ ഉദ്ദേശം? ഇതൊക്കെ എപ്പോഴും എന്തോ. എനിക്ക് കമ്മലും വളയും എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കുക. അങ്ങനെ അധികം ഉപയോഗിക്കാറൊന്നുമില്ല, കാരണം ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും
കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാണ്ടിരിക്കാൻ തോന്നില്ല. അപ്പോൾ ഒക്കെ വാങ്ങിക്കും. ഈ കുപ്പികളെ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കായിരുന്നു. കുപ്പി ഇങ്ങനെ കിളിങ്ങണ കുപ്പികളതാണ്. അത് കണ്ടപ്പോൾ അതും കുറേ വാങ്ങിച്ചു. ഞാൻ എന്താ പറയുക സ്റ്റോറി ഇടുമ്പോഴേ വിചാരിച്ചു അപ്പം തന്നെ കുരു വരുന്നുള്ളത്. പിറ്റേ ദിവസം കുരു വന്നു. ത്രെഡ് ചെയ്തുണ്ടാവും. എൻ്റെ അല്ല പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി. എനിക്ക് പാനിപ്പൂരി. കണക്കെന്താ? അങ്ങനെ പാനിപ്പൂരിയോടുകൂടെ അമ്പലത്തിലെ പ്രോഗ്രാം അങ്ങനെ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ രാത്രിത്തെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വണ്ടിയൊക്കെ എടുത്തില്ല കൊണ്ട് പുറത്ത് പോയി. അപ്പോഴേക്കും നല്ലപോലെ ലേറ്റ് ആയതുകൊണ്ടാണ് ഫുഡൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പട്ടി മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിൽ, ഒരു മനുഷ്യനില്ല. ഒന്നര മണിക്കൂറായി നമ്മൾ കാത്തിരുന്ന് ഫുഡ് വന്നു. സമയം നോക്ക് 10:30. വേറൊരു മനുഷ്യനില്ലേ ബസ് സ്റ്റോപ്പിൽ. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ സമയത്ത് 11:40. ഇനി ഞാൻ കിടന്ന് രാവിലെ നേരത്തെ എണീറ്റ് നാളെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്. ടാറ്റാ.